വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും ഞാൻ വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ടിപ്പ് നമ്പർ 1, എങ്ങനെ നമുക്ക് വേഗത്തിൽ തക്കാളിയുടെ തൊലി റിമൂവ് ചെയ്ത് കളയാം എന്നതാണ്. നമ്മൾ ചില കറികൾക്കൊക്കെ തക്കാളി അരച്ച് ചേർക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തക്കാളിയുടെ പ്യൂരി എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് തക്കാളിയുടെ തൊലി മുഴുവനായി കളഞ്ഞിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തക്കാളികളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോർമലി ചെയ്യുന്നത് പോലെ ഒരു 5 to 6 മിനിറ്റ് നല്ല പോലെ തക്കാളി തിളപ്പിച്ച് അതിനുശേഷം അതിന്റെ തൊലി എടുത്ത് കളയാം. അല്ല 1-2 തക്കാളിയുടെ തൊലി മാത്രമാണ് ഇങ്ങനെ റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വേ ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഏത് തക്കാളിയുടെ തൊലിയാണോ നമുക്ക് കളയേണ്ടത് ആ തക്കാളി എടുത്ത് ഇതുപോലത്തെ ഒരു കത്തി വെച്ച് നമുക്കിങ്ങനെ പ്ലസ് ആയി ഒന്ന് വരച്ചു കൊടുക്കാം. പ്ലസ് ഒന്ന് വരച്ചു കൊടുത്ത് അതിനുശേഷം ഈ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പപ്പടം കുത്തി ആയാലും ഓക്കെ, അത് നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് നന്നായി ഇറക്കി കൊടുത്ത് അതിനുശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓൺ ചെയ്ത് ഒന്ന് ഇത് തീയിൽ അതിന്റെ എല്ലാ ഭാഗവും നന്നായി കാണിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് സെക്കൻഡ്സിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ തൊലി പൊട്ടി മുഴുവനായി പൊട്ടി വരുന്നത് നമുക്ക് കാണാം. ഇതുപോലെ ഇതിനിപ്പോ സെക്കൻഡ്സ് മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഇതിന്റെ തൊലി റിമൂവ് ആയി വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് എടുത്ത് ഒന്ന് ആറിക്കഴിഞ്ഞാൽ, ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. വളരെ വേഗത്തിലാവുന്നതാണ്. ഇതുപോലെ മുഴുവനും നമുക്ക് വലിച്ചെടുത്ത് കളയാം. കണ്ടോ, ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പൊ ഇനി നിങ്ങൾ തക്കാളിയുടെ തൊലി കളയുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. ടിപ്പ് നമ്പർ 2, നമ്മൾ യൂസ് ചെയ്യുന്ന ജീരകം, വലിയ ജീരകമായാലും ചെറിയ ജീരകമായാലും അതിൻ്റെയൊക്കെ ഫ്ലേവറും അതിൻ്റെയൊക്കെ സ്മെല്ലും അതേപോലെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി വേ ആണ്. അപ്പം ഇതുപോലെ നമ്മൾ ഏതാണ് നമ്മുടെ കയ്യിലുള്ള ജീരകം, ആ ജീരകം എടുത്ത് അതിലേക്ക് 1-2 ഗ്രാമ്പു ചേർത്ത് കൊടുത്താൽ മതി. നന്നായി ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. അതിനുശേഷം നന്നായി മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്ലേവറും സ്മെല്ലും ഒക്കെ അതേപോലെ നിലനിർത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്ലേവേഴ്സ് സ്മെല്ലൊക്കെ പോവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ടിപ്പ് നമ്പർ 3, ചെറിയ ഉള്ളിയുടെ തൊലി എങ്ങനെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. ഒട്ടേറെ ഗുണങ്ങളുള്ള ഒന്നാണ് ചെറിയ ഉള്ളി. ഇത് നമ്മുടെ കറികളിൽ എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം ടേസ്റ്റും അതിന്റെ ഗുണവും കിട്ടുന്നതാണ്. എന്നാൽ പലരും ചെറിയ ഉള്ളി തൊലി കളയാൻ മടിയുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു ഈസി വേ ആണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി എടുത്ത് അതിന്റെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളിയുടെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മുഴുവനായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് മുങ്ങാൻ, നമ്മുടെ കയ്യിൽ എത്ര ചെറിയ ഉള്ളി ഉണ്ടോ അത് മുങ്ങാൻ പാകത്തിന് നമുക്കൊരു ബൗളില് വെള്ളം എടുത്ത് അതിലേക്ക് ഈ ചെറിയുള്ളി മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് വെക്കാം. അതിനുശേഷം ഒരു 5 to 6 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതിന് 2 അറ്റവും കട്ട് ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലികളൊക്കെ ഊരിപ്പോന്നോളും. നന്നായി ഒന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് എല്ലാ തൊലികളും വേഗത്തിൽ റിമൂവ് ചെയ്യാം. ഇപ്പൊ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരുപാട് ചെറിയുള്ളിയുടെ തൊലി കളഞ്ഞ് ഒരു എയർ ടൈറ്റൻ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് വരെയൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ ഹെൽപ്ഫുൾ ആണ്. ഇതാണ് നമ്മുടെ 3rd ടിപ്പ്. ടിപ്പ് നമ്പർ 4, നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് തേങ്ങയുടെ ഒരു പീസ് മാത്രമായിരിക്കും ആവശ്യം ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ മറ്റേ മുറിയെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. കാരണം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഫംഗലും പൂപ്പൽസൊക്കെ വന്നിട്ട് അതിന്റെ ടേസ്റ്റും ഒക്കെ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും. അപ്പം നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നീട് പുറത്തെടുത്ത് കഴിയുമ്പോൾ, അതായത് ഇത് തണുത്ത് കഴിഞ്ഞ്
പുറത്തെടുക്കുമ്പോൾ ഇത് നല്ല ഹാർഡായിരിക്കും. അപ്പം നമുക്ക് ചിരകി എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ തേങ്ങ നമുക്ക് പുറത്ത് തന്നെ വെക്കാനുള്ള ഒരു സൂത്രവിദ്യയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതുപോലെ ബാക്കി വന്ന തേങ്ങയുടെ പീസ് എടുത്ത് ഒരല്പം ഉപ്പ് നമുക്ക് ഇതിൽ നന്നായി പുരട്ടി വെച്ചാൽ ഇതിൽ ഫംഗലോ അങ്ങനെയുള്ള പൂപ്പലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഇത് പുറത്ത് വെച്ചിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഇപ്പം നന്നായി ഉപ്പ് പുരട്ടി വെച്ചാൽ തേങ്ങ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ അടുത്ത ടിപ്പ് നമ്പർ 5. നമ്മൾ ഫിഷൊക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ സ്മെല്ല് അങ്ങനെ തന്നെ തങ്ങി നിൽക്കും. നമ്മൾ ഇത്ര സോപ്പിട്ട് കഴുകിയാലും ചില മീനിൻ്റെ മണമൊന്നും അങ്ങനെ പോകത്തില്ല. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീനിൻ്റെ സ്മെല്ല് പോവാൻ ഉള്ളൊരു ഏറ്റവും നല്ലൊരു ട്രിക്കാണ് കോഫി പൗഡർ. ഇതുപോലെ ഒരല്പം കാപ്പിപ്പൊടി എടുത്ത് നമ്മുടെ കയ്യിൽ നന്നായി ഉരച്ച് കഴിയുമ്പോൾ ആ മീനിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ്ലി മാറും. പിന്നീട് കാപ്പിപ്പൊടിയുടെ ഒരു സ്മെല്ല് മാത്രമേ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ 5th ടിപ്പ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ്. ഇതൊരു കോമൺ ടിപ്പാണ്. ഇത് അറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. അങ്ങനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ ഉള്ളി വഴറ്റുന്ന ടൈമിൽ ഇതുപോലെ ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടണമെങ്കിൽ അതിലോട്ടൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അത് വഴന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി മാറിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. അപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ ടിപ്സ് ആൻഡ് ട്രിക്സുമായി കാണുന്നത് വരെ ബൈ ഫ്രം ആശ്വേൽ.